ഈ കീ ചെയിൻ എങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻ അല്ലേ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അത് നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക, പിന്നെ ഹാർട്ട് വർക്ക്, ഹാർട്ടിനെ കട്ട് ചെയ്യുക. ഇതേപോലെ കേട്ടോ കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതേപോലത്തെ ത്രെഡാണ് കേട്ടോ വേണ്ടത്. ഇനി ഈ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ആയിട്ട് കിട്ടിക്കാണല്ലോ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള കൈ ചെയിനാട്ടോ. ചിലവ് കൂടുതലൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ ബാഗുമൊക്കെ സ്കൂൾ പറഞ്ഞാൽ ബാഗുമിലും പോച്ചുമിലൊക്കെ നമുക്ക് കീ ചെയിൻ ആവശ്യം ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമ്മളുടെ ചുറ്റി കൊടുക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് കെട്ടിട്ട് കൊടുക്കണമല്ലേ. ഇപ്പോൾ പോരൂലേ. അപ്പോൾ നമ്മളിത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കെട്ടിട്ടതിന് ശേഷം ഇവിടെ രണ്ടായിട്ട് നൂല് കാണുന്നില്ലേ. അപ്പോൾ നമുക്ക് ആ രണ്ട് നൂല് വേണ്ട, അതിൽ ഒരു നൂല് മതി കേട്ടോ. അപ്പോൾ മറ്റേ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഈ ഒറ്റ നൂലുമ്മേലായിട്ട് നമ്മൾ കുറച്ച് മുത്താൾ ഞാൻ കോർത്തിട്ടുണ്ട് കേട്ടോ. ഈ മുത്താളും കൂടി വരുമ്പോൾ നല്ല ഭംഗി കിട്ടും. ഇനി മുത്താളില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കബോർഡ് തപ്പിയപ്പോഴാണ് എനിക്ക് ഈ കീച്ചേൻ്റെ സാധനം കിട്ടിയിട്ടുള്ളത് കേട്ടോ. തുരുമ്പൊക്കെ പിടിച്ച് നാശാനായിക്കണം. അപ്പോൾ നമുക്ക് ഇതിമക്ക് അതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ബോ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മഞ്ഞ കളർ ബോ എടുത്തു. പിന്നെ കരുതി പിങ്ക് എടുത്താലോ. അപ്പോൾ പിങ്ക് ആയി നമുക്കൊരു മാച്ചില്ല. അപ്പോൾ പിന്നെ കരുതി മഞ്ഞ എടുക്കാമെന്ന്. അങ്ങനെ യെല്ലോ കളർ ബോയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.